ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് വായ്പുണ്ണ് കൊണ്ട് കഷ്ടപ്പെടുന്നവർക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. വായ്പുണ്ണ് എന്തുകൊണ്ട് വരുന്നു എന്നുള്ളതും അത് എങ്ങനെ മാറ്റിയെടുക്കുക എന്നുള്ളതും ആയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. വായ്പുണ്ണ് വന്നാൽ വളരെയധികം വേദനയുള്ളൊരു കാര്യമാണ്. കാരണം ഭക്ഷണം വരെ മര്യാദയ്ക്ക് കഴിക്കാൻ വേണ്ടി പറ്റില്ല. അതുപോലെ ആ ഒരു ഭാഗത്ത് തട്ടിപ്പുമൊക്കെ ചെയ്താൽ നല്ല വേദനയായിരിക്കും. കുറച്ച് ദിവസം ഇതിങ്ങനെ നീണ്ടു നിൽക്കാറുണ്ട് വായ്പുണ്ണ്. അപ്പോൾ വായ്പുണ്ണ് എന്തുകൊണ്ട് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഒരു 40% ആളുകളിലും വായ്പുണ്ണ് പാരമ്പര്യമായിട്ട് വരുന്ന ഒരു അസുഖമാണ് കേട്ടോ. അപ്പോൾ പാരമ്പര്യമായിട്ട് കിട്ടുന്ന ഒരു അസുഖമാണ് ഈ വായ്പുണ്ണ് എന്ന് പറയുന്നത്. പിന്നെ മാനസിക സമ്മർദ്ദം മൂലം വായ്പുണ്ണ് വരാറുണ്ട്. പിന്നെ മറ്റൊരു കാരണമാണ് പരിക്കുകൾ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ പല്ല് തേക്കുന്ന സമയത്ത് ടൂത്ത് ബ്രഷ് കൊണ്ട് കുത്തിപ്പോയാൽ ആ ഒരു ഭാഗത്ത് ഈ ഒരു പുണ്ണ് വരാൻ സാധ്യതയുണ്ട്. അതേപോലെ പല്ല് കൊണ്ട് കടിച്ചു പോയാൽ അങ്ങനെയൊക്കെ ഈ വായ്പുണ്ണ് വരും. പിന്നെ ചില പെയിൻ കില്ലേഴ്സ് കഴിച്ചാൽ വരാറുണ്ട് കേട്ടോ വായ്പുണ്ണ്. അതുപോലെ അയൺ, ഫോളിക് ആസിഡ്, വിറ്റാമിൻ B12 എന്നിവയുടെ കുറവ് കൊണ്ടും നമുക്ക് വായ്പുണ്ണ് സാധാരണയായിട്ട് വരാറുണ്ട്. പിന്നെ നമ്മൾ കഴിക്കുന്ന ചില ഭക്ഷണ പദാർത്ഥങ്ങൾ, അതായത് വറുത്തത്, പൊരിച്ചത്, മസാല, എരിവ് കൂടുതലുള്ള പോലെയുള്ള ആഹാരങ്ങൾ കഴിച്ചാൽ, അതുപോലെ സോഡ പോലെയുള്ള പാനീയങ്ങൾ കുടിച്ചാലൊക്കെ നമുക്ക് വായ്പുണ്ണ് വരും. അതുപോലെ സ്ത്രീകളിലാണെങ്കിൽ ആർത്തവ സംബന്ധമായ ഹോർമോൺ വ്യതിയാനങ്ങൾ കാരണം കൊണ്ടും വായ്പുണ്ണ് വരും. അതുപോലെ തന്നെ സോഡിയം ലൗറിൽ സൾഫേറ്റ് അടങ്ങിയ ടൂത്ത് പേസ്റ്റുകൾ വായ്പുണ്ണിന് കാരണമായേക്കാം. അതിൻ്റെ കണ്ടൻറ്റ് കൂടുതലുള്ള ടൂത്ത് പേസ്റ്റ് ഉപയോഗിച്ചാൽ ചിലർക്കെല്ലാം വായ്പുണ്ണ് വരാറുണ്ട്. അപ്പോൾ നമുക്ക് ഈ വായ്പുണ്ണ് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഹോം റെമഡീസ് ഉണ്ട്. അപ്പോൾ അതെന്തെല്ലാം എന്നുള്ളത് നോക്കാം. അപ്പോൾ ഇതിൽ ഒന്നാമത്തെ ഹോം റെമഡി എന്ന് പറയുന്നത് തേൻ ഉപയോഗിച്ചിട്ടുള്ളതാണ്. ഒരല്പം തേൻ എടുത്തതിന് ശേഷം നമ്മുടെ വിരലിലാക്കിയിട്ട് വായ്പുണ്ണുള്ള ഭാഗത്തുനിന്ന് വെച്ച് കൊടുക്കുക. ഇത് തേനിൽ എന്ന് പറയുന്നത് നമുക്ക് ഒരു ഹീലിംഗ് പ്രോപ്പർട്ടി ഉണ്ട്. അതുപോലെ തന്നെ ഇൻഫെക്ഷൻസ് ഇല്ലാണ്ടാക്കാനും അതുപോലെ തന്നെ നമുക്കുള്ള ആ ഒരു തരം വേദന, ഇറിറ്റേഷന്, സ്വെല്ലിംഗ് ഒക്കെ ഇല്ലാണ്ടാക്കാൻ സഹായിക്കുന്ന നല്ലൊരു ഹോം റെമഡിയാണിത്. അപ്പോൾ വായ്പുണ്ണുള്ള ഭാഗത്ത് തേൻ വെച്ച് കൊടുക്കുക. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ദിവസം കുറച്ച് മണിക്കൂറുകൾ ഇടവിട്ട് ഇത് നിങ്ങൾ ചെയ്യേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ പൂർണ്ണമായിട്ട് നിങ്ങൾക്കിത് മാറിക്കിട്ടും. അതുകൊണ്ടുള്ള വേദന, ഇറിറ്റേഷൻ ഒക്കെ മാറിക്കിട്ടും. അപ്പോൾ ഒന്നാമത്തെ ഹോം റെമഡി എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ രണ്ടാമത്തത് ഗാർലിക് വെച്ചിട്ടുള്ളതാണ്. ഒരു വെളുത്തുള്ളി എടുക്കുക. അതിനുശേഷം ഇതിങ്ങനെ നെടുക മുറിച്ചതിന് ശേഷം ഇതിൻ്റെ ഈ ഉൾഭാഗം വെച്ചിട്ട് നമുക്ക് വായ്പുണ്ണുള്ള ഭാഗത്ത് മെല്ലെ ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതേപോലെ ഇങ്ങനെ ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുക. എവിടെയാണോ വായ്പുണ്ണുള്ളതെന്ന് വെച്ചാൽ അവിടെ ഇങ്ങനെ ഒരു 2 മിനിറ്റ് നിങ്ങൾ റബ്ബ് ചെയ്യാം. അപ്പോൾ ചെറിയൊരു വേദനയൊക്കെ ഉണ്ടാവും, എങ്കിലും വളരെ പെട്ടെന്ന് വായ്പുണ്ണ് മാറ്റിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഹോം റെമഡിയാണ് ഇതും. ഇനി അടുത്ത് നമുക്ക് മൂന്നാമത്തത് നോക്കാം. ഇതും വളരെ എഫക്റ്റീവാണ്. ഒരു ബൗളിലേക്ക് കുറച്ച് തൈര് എടുക്കുക. തൈര് എന്ന് പറഞ്ഞാൽ ഒരു 1/2 ടീസ്പൂണ് തൈര് മതി. ആ 1/2 ടീസ്പൂണ് തൈരിലേക്ക് 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി എടുക്കുക. നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങുന്ന മഞ്ഞൾപ്പൊടിയാണെങ്കിൽ അത് എത്രത്തോളം എഫക്റ്റീവ് എന്ന് എനിക്കറിയില്ല. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് വീട്ടിൽ തന്നെ ഉണക്കി പൊടിച്ച മഞ്ഞൾപ്പൊടിയാണ്. അല്ലാതാണെങ്കിൽ നിങ്ങളടുത്ത് പച്ച മഞ്ഞളുണ്ടെങ്കിൽ അത് അരച്ച് തേച്ചാലും മതി. അപ്പോൾ ഇത് രണ്ടും കൂടിയിട്ട് നന്നായി മിക്സ് ചെയ്യുക. നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇത് കുറച്ചെടുത്തിട്ട് നമുക്ക് വായ്പുണ്ണുള്ള ഭാഗത്ത് വെച്ച് കൊടുക്കുക. വായ്പുണ്ണുള്ള ഭാഗത്ത് രാത്രി കിടക്കുമ്പം വെച്ച് കൊടുത്താലും മതി. പിറ്റേന്ന് രാവിലെ എണീക്കുമ്പോഴത്തേക്ക് തന്നെ വായ്പുണ്ണിന് നല്ലൊരു ആശ്വാസം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. ഇതും ഒരു ദിവസം 2 പ്രാവശ്യം ചെയ്താൽ വളരെ എഫക്റ്റീവാണ്. അടുത്ത റെമഡി ബേക്കിംഗ് സോഡ വെച്ചിട്ടാണ്. 1/4 ടീസ്പൂണോളം ബേക്കിംഗ് സോഡ എടുക്കുക. അതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഒരു ചെറിയൊരു പേസ്റ്റ് പോലെ ആക്കിയെടുക്കുക. ഈ പേസ്റ്റ് പോലെ ആക്കിയെടുത്ത ഈ ഒരു മിശ്രിതം നമ്മൾ ഈ വായ്പുണ്ണുള്ള ഭാഗത്ത് വെച്ച് കൊടുക്കുക. ഒറ്റ ദിവസം കൊണ്ട് തന്നെ വായ്പുണ്ണ് മാറാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു ഹോം റെമഡിയാണിത്. പക്ഷേ ബേക്കിംഗ് സോഡ അധിക പേരുടെ വീട്ടിലും ഉണ്ടാവില്ല. അപ്പോൾ ഉള്ളവരാണെങ്കിൽ ഇത് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നല്ലൊരു ആശ്വാസം കിട്ടുന്നതായിരിക്കും. ഇനി അവസാനത്തെ ഹോം റെമഡി എന്ന് പറയുന്നത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ ഇത് പെട്ടെന്നൊന്നും മാറിക്കിട്ടില്ല. ഇതൊരു 2-3 ദിവസം പിടിക്കും. ഇളം ചൂടുള്ള വെള്ളം എടുക്കുക. ഇളം ചൂടുള്ള വെള്ളത്തിലേക്ക് നമ്മൾ ഉപ്പ് ഇട്ട് കൊടുക്കുക. ഉപ്പ് ഒരു 2 ടേബിൾ സ്പൂണോളെല്ലാം ഇട്ട് കൊടുക്കുക. നല്ല ഉപ്പ് ഉണ്ടാവണം. അപ്പോൾ ഇത് കവിള് കൊള്ളാന്നല്ലേ നമ്മൾ പറയില്ലേ. അപ്പോൾ വായ്പുണ്ണുള്ളവർ ഇതിങ്ങനെ ഗാർഗിൾ ചെയ്യുക. ഒരു ദിവസം ഒരു 3-4 പ്രാവശ്യമായിട്ട് ഒരു 3 ദിവസം ചെയ്താൽ തന്നെ നമ്മുടെ ഈ ഒരു വായ്പുണ്ണ് കംപ്ലീറ്റ് മാറിക്കിട്ടും. ഉപ്പ് അധികം തട്ടിച്ചാൽ തന്നെ വായ്പുണ്ണിന് നല്ലൊരു ആശ്വാസം കിട്ടുന്നതായിരിക്കും. പക്ഷേ നല്ലൊരു എരിവും വേദനയെല്ലാം ഉണ്ടാവും. ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കവിള് കൊള്ളിക്കുന്നത് കൊണ്ട് വായ്പുണ്ണിന് പൂർണ്ണമായിട്ടുള്ള ആശ്വാസം കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഹെൽപ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. ഇതിൽ ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടിയും ക്ലിക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.